ഒരിടവേളയ്ക്ക് ശേഷം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട പരുത്തിക്കാടിനോടാണ്. പ്രളയ സമയത്ത് ജ്വല്ലറി ഉദ്ഘാടനം, വിഭവസമൃദ്ധമായ വിരുന്ന്, 12 പേർ മരണപ്പെട്ട സന്ദർഭത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങളൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന രീതിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ചോദിച്ചന്വേഷിച്ചു, ഞങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം സ്ഥലം MLA മാർ പറയുന്നുണ്ട്. ഓരോ ജില്ലയ്ക്കും ഓരോ മന്ത്രിമാരെ ചുമതല കൊടുത്തിട്ടുണ്ട്, ഓരോ രീതിക്കും ഓരോ മുഖ്യമന്ത്രിമാർക്കും ഓരോ പ്രവർത്തന ശൈലി ഉണ്ടാകാം. ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള അനാലോചിത്യമായി പറയാനില്ല, എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ന് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടന ചിത്രമാണ് ഫ്രണ്ട് പേജിൽ എല്ലാ പത്രങ്ങളുടെയും മുന്നിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രം വന്നിരിക്കുന്നു. അത് ചെയ്യേണ്ട ദിവസമാണോ ഇന്ന്? ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കാമായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള അനാലോചിത്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി എല്ലാ ദിവസവും വൈകുന്നേരം വന്നത് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ ഇത് വിശദീകരിക്കപ്പെടണമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആ ഒരുമിച്ചിറങ്ങേണ്ട സമയമാണ്. അഭിവർത്തിയൊക്കെ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഈ കാരണവരുടെ വേഷയെ ജ്വല്ലറി അനാവശ്യമെന്ന് അതിനെത്ര പറയേണ്ട കാര്യമില്ല. എനിക്ക് മോശമായി തോന്നിയ കാര്യം ഞാൻ മോശമായി തന്നെ പറയും. പക്ഷേ ഞാൻ പറയുന്നത് നോക്കൂ, മുഖ്യമന്ത്രിമാർ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് കഴിഞ്ഞ സർക്കാർ അതിന്റെ അതേ രീതിയിൽ വേണമെന്ന് പറയുന്നത് ശഠിക്കുന്നത് മഹാമോശമാണ്. രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തത് അതിലേറെ മോശമാണ്. അത് അത്ര വഷളത്തരമായിട്ടാണ് എനിക്ക് പിണറായി വിജയൻ എന്തായാലും ഈ പറഞ്ഞ വർത്തമാനത്തിനൊന്നും നിന്നിട്ടില്ല. ഞാൻ ഇതുവരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരുമിച്ച് ഇറങ്ങാൻ പറയുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഞാൻ പിണറായി വിജയന് താഴെയുള്ള മറ്റ് നേതാക്കളാണ് ഈ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔചിത്യക്കുറവും അനൗചിത്യക്കുറവും ഹെലികോപ്റ്റർ ഉപയോഗത്തിൽ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയെങ്കിൽ അതിനെ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തും ആ ഹെലികോപ്റ്റർ ഉപയോഗത്തെ വിമർശിക്കണമായിരുന്നു. അങ്ങനെ ഒരു വിമർശനം ഞാൻ കേട്ടിട്ടില്ല. രണ്ട് ചോദ്യങ്ങൾ എനിക്ക് സ്മൃതികളുണ്ട്. ഒന്ന്, 30-ാം തീയതിയിലുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ നമ്മുടെ കയ്യിലുണ്ട്. 1-ാം തീയതിയിലുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ നമ്മുടെ കയ്യിലുണ്ട്. 2-ാം തീയതിയിലുള്ള പ്രോഗ്രാം ഷെഡ്യൂളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ. 31-ാം തീയതിയിലുള്ള പ്രോഗ്രാം ഷെഡ്യൂൾ ഇല്ലാതെ ഏത് സ്വകാര്യ ചടങ്ങിനാണ് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ടാവുക? സ്മൃതിക്ക് അറിയിപ്പ് കിട്ടിയെന്നാണല്ലോ പറഞ്ഞത്. ഒരു ഹെലികോപ്റ്റർ എടുത്ത് 3 മണിക്കൂർ കൊണ്ട് പോകേണ്ട യാത്ര 55 മിനിറ്റ് കൊണ്ട് പറന്നു ചെന്ന് പങ്കെടുത്ത എറണാകുളത്തെ ആ സ്വകാര്യ മീറ്റിംഗ് ഏതായിരുന്നു? എനിക്കറിയില്ല, സ്മൃതിക്ക് അറിയാമെങ്കിൽ. ഞാൻ പറഞ്ഞു സ്വകാര്യ മീറ്റിംഗുകൾ ഉണ്ട്, 1-2 പേരെ വേറെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം അത് ആരാണ് എന്നുള്ളതാണ്. നോക്കൂ, ഇത് ഈ പൈസ അല്ലെങ്കിലും കൊടുക്കണം. നമ്മളെ പൈസ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളെ പൈസ എടുത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കില്ലാത്ത വേദന നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ കയറിപ്പിലേക്ക് നിങ്ങൾക്ക് ആ വേദന ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഈ മാസം 80 ലക്ഷം രൂപ വാടക കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ലല്ലോ. പാർട്ടി സമ്മേളനത്തിന് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പോയപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ലല്ലോ. ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേദന? ആ വേദനയെ പിന്നെ രാഷ്ട്രീയ വേദനയാണ്, ദുരുദ്ദേശമാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഇങ്ങനെ ഈ പിണറായി വിജയന്റെ ആരാധകരെല്ലാരും കൂടി VD സതീശനെതിരെ വാഹനമെടുത്ത് അല്ല, അങ്ങ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞതാണ് പിണറായി വിജയൻ എല്ലായിടത്തും പോകുന്നത് നിങ്ങൾക്ക് എഴുതി തന്നിരുന്നോ? ഡോക്ടർ അരുൺകുമാർ എഴുതി തന്നിരുന്നോ? പിണറായി വിജയൻ പോകുന്നൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിരുന്നോ? അയ്യോ, പിണറായി വിജയൻ പോകുന്ന സ്ഥലങ്ങൾ എഴുതി തന്നിരുന്നു അല്ലേ? 3680 ദിവസങ്ങളിൽ മൊത്തം ഹെലികോപ്റ്റർ പറഞ്ഞതിന്റെ മുഴുവൻ ലോഗ് ബുക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. 2018 ആ പാർട്ടി സമ്മേളനത്തിൽ പോയത് വിവാദമായതിനെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് ഓഖിയുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് പോയി അതിൽ നിന്ന് ഫണ്ട് ഈടാക്കി എന്നതായിരുന്നു ആരോപണം. അതായിരുന്നല്ലോ അന്ന് ഉയർന്ന ആരോപണം. അതല്ലാതെ ബാക്കി ഒരൊറ്റ സ്ഥലത്തും ഈ ഹെലികോപ്റ്ററിന്റെ പേരിൽ സ്വകാര്യ യാത്രയുടെ വിവാദം ഉയർന്നിട്ടില്ല. ഈ സ്വകാര്യ യാത്ര നോക്കൂ, ഈ പോകുന്ന പോക്കിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി എന്നുള്ളതാണ് ഇത്രയും വലിയ വിവാദമാക്കേണ്ട കാര്യം എന്താണ്? എന്താരെ കാണാൻ നിങ്ങൾ എല്ലാം എഴുതി തരണം എന്ന് പറയുന്നത്? പിണറായി വിജയൻ എല്ലാ സന്ദർശനവും നിങ്ങൾക്ക് അങ്ങേക്ക് അറിയോ? അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തേക്കാക്കിയില്ലേ മാധ്യമ പ്രവർത്തകരെ? കടക്ക് പുറത്ത് പറഞ്ഞിട്ടില്ലേ? അല്ല, എങ്ങനെയായിരുന്നു? കോടിയേരി വഷളായി. മുഖ്യമന്ത്രിയുടെ ഇല്ലാത്ത ആ സ്വകാര്യ മീറ്റിംഗ് ആരുമായിട്ടായിരുന്നു? നിങ്ങൾ പോയി എന്താ ഉണ്ടാക്കുക? നിങ്ങൾ ഈ പറഞ്ഞ മാതിരി മാന്യമായ ഭാഷയല്ല, മാന്യമായ ഭാഷയിലല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ എന്തോ രഹസ്യാത്മക പൊളിക്കാൻ വേണ്ടി അല്ല, അങ്ങടക്കമുള്ളവർ രഹസ്യാത്മക സംശയിക്കാണ്. നിങ്ങൾക്ക് ഈ ഹെലികോപ്റ്റർ എന്നുള്ളൊരു കൈവിഷം വന്ന പോലെയാണ്. ഹെലികോപ്റ്ററിൽ എങ്ങോട്ടേക്കോ പോകുന്നു, വിമാനത്താവളത്തിൽ ഫോട്ടോ എടുക്കുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞോളൂ, ആയിക്കോട്ടെ. 31-ാം തീയതി
തീയതി മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ സ്വകാര്യ യാത്ര നടത്തിയ ശരി, ദിവസം നിങ്ങൾ ഞാനടക്കമുള്ള investigative മാധ്യമപ്രവർത്തകർ journalist തന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ് Investigative റിലീസിൽ ആ journalist ഷെഡ്യൂൾ ഇല്ല. ശരി, investigative എങ്കിൽ journalist സ്മൃതി- കണ്ടുപിടിക്കുന്നേ. സ്മൃതി അറിഞ്ഞ ആ കണ്ടുപിടിക്കുന്നേ. ഷെഡ്യൂൾ പ്രകാരം കണ്ടുപിടിക്കുന്നേ. ഏത് യാത്ര ആരെ അത് കാണുമെന്ന് കണ്ടു- പറഞ്ഞാൽ മതി. ഒരു കാര്യം പറയും. എനിക്കൊരു ചോദ്യം കൂടെ സ്മൃതിയോട്. സ്മൃതി അതിനെ നിസ്സാരവൽക്കരിച്ചല്ലോ. നമ്മൾ ഒരു ഘടകകക്ഷി നേതാവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സദ്യയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും, ആളുകൾ ഇന്ന് ഫോട്ടോ എടുക്കും. സർ, ആ സമയത്ത് കേരളം എന്താ ചർച്ച ചെയ്യുന്നറിയാമോ? കേരളം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നറിയാമോ? കോലാഹലമേട്ടിൽ ഒരു അമ്മയുടെ ശരീരം തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ ആറന്മുളയിലും പാലായിലും അടക്കം അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ MLA-മാര് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരെ പരിപാടിയാണ് റെഡ് ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ് കഴിച്ചു പോലും ഇല്ലാന്ന്. അല്ല, ഭക്ഷണമല്ല പ്രശ്നം, അതാണ് പ്രശ്നം. ഭക്ഷണമല്ല പ്രശ്നം. മനുഷ്യര് മണ്ണിനടി കിടക്കുമ്പോഴാണ് നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യം പറയുന്നത്. ഈ ഷെഡ്യൂളിൽ മറ്റേ ചൂരമീനല്ല, മറ്റേ നെയ്മീൻ കഴിക്കില്ല, ഇറങ്ങിപ്പോയി പാർട്ടി അതൊക്കെ പറഞ്ഞത് ദിവാകരനല്ലേ? മുഖ്യമന്ത്രി അല്ലല്ലോ. ഭക്ഷണം ഞാൻ പറഞ്ഞതല്ലോ, പുറത്തു വന്ന ദൃശ്യമല്ലേ ഇന്നലെ പോയി അങ്ങനെ പങ്കെടുക്കാൻ പോയ പരിപാടിയിൽ ഏതാണ് റദ്ദ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടായിരുന്നത്? ഇതിലേതാണ് ഔദ്യോഗിക പരിപാടി? ഇന്നലെ മുഖ്യമന്ത്രിക്ക് റദ്ദ് ചെയ്യാൻ പറ്റാത്ത ഏത് ഔദ്യോഗിക പരിപാടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്? അല്ല സ്മൃതി, അല്ല അരുൺ സാർ, ഒരു സെക്കൻഡ് കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. കേരളത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിലെ വേറൊരു മന്ത്രിക്ക് ചാർജ് കൊടുത്തിട്ട് ഈ പറയുന്ന ചുമതലയിൽ നിന്ന് മാറി നിൽക്കാനുള്ള എന്ത് സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്? നമ്പർ 1. നമ്പർ 2, റവന്യൂ വകുപ്പ് പറയുന്നു 6 പേര് മരിച്ചു എന്ന്, മുഖ്യമന്ത്രി പറയുന്നു 8 പേര് മരിച്ചു എന്ന്. കേരളത്തിന്റെ സംസ്ഥാനത്തെ ഒരു റവന്യൂ വകുപ്പിനും ഒരു മുഖ്യമന്ത്രിക്കും ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ പ്രശ്നം ഉണ്ടായിട്ട് അതിനകത്ത് എത്ര പേര് മരിച്ചു എന്ന് പോലും പറയാനുള്ള ഏകോപന ചോദ്യമില്ല. പല ചാനലുകൾ പല നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർ 12 പറയുന്നു, ചിലർ 10 പറയുന്നു, ചിലർ 8 പറയുന്നു. കാരണം ഇത് ആരാണോ ചോദിക്കേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകെ 3 ഫേസ്ബുക്ക് പോസ്റ്റാണ്. കാരണം എന്താ? അദ്ദേഹത്തിനിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ 5356 ആള് എവിടെയാണ് ഈ പറഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പിൽ കൂടെ കിടക്കുകയാണെന്ന് പറയുന്നത്. 96 ക്യാമ്പ് മാത്രം പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുകയാണ്. ആ സമയത്താണ് പറയുന്നത് അവിടെ പോയി ഫുഡ് കഴിച്ചതല്ല പ്രശ്നം. ഈ സമയത്ത് അവിടെ പോയി ഫുഡ് കഴിക്കാൻ ആ സ്ഥലത്തേക്ക് പോകേണ്ട കാര്യം എന്തിരിക്കുന്നു? എന്ത് ഒഴിവാക്കാൻ പറ്റാത്ത എന്ത് ഈ പറയുന്ന ചെയർമാൻ എന്നുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മാറിക്കൊടുക്കേണ്ട എന്ത് സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അറിയാൻ ഉത്തരവാദിത്വമില്ലേ? ഞങ്ങൾ സ്വകാര്യ പരിപാടിക്ക് പോയി, എന്ത് സ്വകാര്യ പരിപാടിയാണെന്ന് അറിയേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്ക്. ഓഫീസിന്റെ ലോഞ്ചായിരുന്നു 6:30 ബൈ മൈ കോഫി എന്നുള്ള ഓഫീസിന്റെ ലോഞ്ച്. എങ്ങനെയുണ്ട്? കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണവും ഇല്ല. നമ്മുടെ നാട്ടിലെ മനുഷ്യർ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സമയത്ത്, മണ്ണിന്റെ അടിയിൽ ശ്വാസത്തിന് വേണ്ടി പിടയുന്ന സമയത്ത് ജ്വല്ലറി ഉദ്ഘാടനവും, അമ്മായി അച്ഛനെ കാണാൻ ഹെലികോപ്റ്റർ പിടിച്ച യാത്രയും വിഭവസമൃദ്ധമായ വിരുന്നുണ്ടുകൊണ്ട് 3 ദിവസം തലസ്ഥാനത്തേക്ക് വരാതെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും ധനമന്ത്രി കൂടിയായിട്ടുള്ള വ്യക്തി ടൂർ ആഘോഷിച്ച് നടന്ന കാര്യങ്ങളും സ്വകാര്യ പരിപാടികളിലും ഉദ്ഘാടന പരിപാടികളിലും വ്യാപൃതനായിരുന്ന ആ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള ന്യായീകരണങ്ങൾ നമ്മൾക്ക് ചോദ്യങ്ങളെ ചോദിക്കാനില്ല, കേൾക്കുക മാത്രം, വിലയിരുത്തേണ്ടത് നിങ്ങളാണ്.